പോണ കാര്യം എല്ലാവരും അറിഞ്ഞു തോന്നുന്നു. കാരണം ഇൻട്രോ എടുത്ത സൗണ്ട് കുറച്ച് കൂടിപ്പോയി. നമ്മൾ ഈ ഒരു ബാഗ് ലഗേജ് മാത്രമേ എടുക്കുന്നുള്ളൂ. അവരൊക്കെ വരണതിന് മുന്നേ ഞാൻ ആദ്യം കയറി കാറിലിരുന്നു. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് കയറണത്. വന്ദേ ഭാരത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കയറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് കയറണത്. പോണ വഴി നല്ല ബ്ലോക്കായി. ട്രെയിൻ മിസ്സാവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ഇടയിൽ എങ്ങനെങ്ങാണ്ടൊക്കെ വേറെ വഴിയൊക്കെ ഷോർട്ട് കട്ടൊക്കെ നോക്കി വന്നതാണ് നമ്മൾ. വേഗം കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓടി നമ്മൾ സ്റ്റേഷനിലോട്ടാണ് പോയത് കേട്ടോ. നമ്മുടെ കമ്പാർട്ട്മെൻ്റൊക്കെ പിടിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് ട്രെയിൻ ഒരു 15 മിനിറ്റ് ഡിലേ ആണെന്ന്. നന്നായി 15 മിനിറ്റ് ഡിലേ ആയതല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സായാന്. സത്യം പറയാലോ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും കിടക്കുമായിരുന്നു. അപ്പോഴേക്കും പല ട്രെയിനിലും പാസ് ചെയ്ത് പോയി. അപ്പോഴും നമ്മുടെ വന്ദേ ഭാരത് എത്തിയിട്ടില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതി കയറാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വന്ദേ ഭാരത്. വൈറ്റ് അല്ല കേട്ടോ, ഈ ഒരു റെഡ് കളറാണ്. കയറിയ ഉടനെ തന്നെ നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ കമ്പാർട്ട്മെൻറ്റ് മൊത്തം സ്കൂൾ കുട്ടികളായിരുന്നു കേട്ടോ. അവരെന്താ NCS ക്യാമ്പ് കഴിഞ്ഞ് വരണമായിരുന്നു. എനിക്കൊരു വിൻഡോ സീറ്റ്. ആ കുട്ടികൾക്കൊക്കെ ഒരുമിച്ചിരിക്കണ കാരണം നമുക്ക് ഒരുമിച്ച് ഉള്ള സീറ്റ് അവർ സെറ്റാക്കി. അവർക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കും. ആഹാ. അപ്പം നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല വന്ദേ ഭാരതിൽ നിന്ന്. അപ്പോൾ നമ്മൾ മിക്സർ കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. ഞാൻ വന്ദേ ഭാരതിൻ്റെ അകം നല്ല രസമാണ്. 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകണം. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന്. ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ് ഇനി കണ്ണൂർ സ്റ്റോപ്പ് പോകും. ഇനി പിന്നെ കാസർഗോഡ് പോകും. നമുക്ക് കണ്ണൂർ ഇറങ്ങാം. ഞാനൊരു സീറ്റ് ഒരു ഭാഗം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ പോണത് പോലും അറിയണ്ടായില്ല. നല്ലൊരു സ്പീഡിലായതുകൊണ്ട് നമുക്കൊന്നും അറിയണ്ടായില്ല. അധികം കുലുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു ഐറ്റം ഇവർ കൊണ്ടുവന്നുള്ളൂ. 15 രൂപയാണ്. വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞത്. ഇത് ഒരു കോഫി പൗഡർ തന്നുണ്ട്. പിന്നെ ഒരു യൂണിബിക്കിന് ഒരു ബിസ്ക്കറ്റ് തന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും തിന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോകാം. ചില ഇവിടെ വെച്ചിട്ട് സംഭവം കൊണ്ടുപോകാം. ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇവര് ബിസ്ക്കറ്റും കാപ്പിപ്പൊടിയൊക്കെ കൊണ്ടുവന്നുണ്ട്. പൊട്ടിച്ചില്ല കേട്ടോ. ഞാൻ അമ്മാടെ നിന്ന് കുറച്ച് വാങ്ങിച്ച്. ഓട്സിൻ്റെ ടേസ്റ്റ് യമ്മി. കാപ്പി കുടിച്ച് നോക്കാം. ആ സ്കൂൾ സ്റ്റുഡൻസൊക്കെ കോഴിക്കോട് എത്തിയപ്പോൾ ഇറങ്ങി. പിന്നെ കമ്പാർട്ട്മെൻറ്റിൽ വേറെ ആരും കയറില്ല. അപ്പം നമുക്ക് കുറേ സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിട്ടി. കണ്ണൂരെത്താറായപ്പോൾ നമ്മൾ ഡോറിനാണ്. ദിസ് റെയിൽവേ സ്റ്റേഷൻ ഈസ് സോ ഗുഡ് ദാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. സോ ക്ലീൻ. സത്യം നല്ല ക്ലീൻ ആയിരുന്നു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ നമുക്കൊരു ഓട്ടോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് അവിടെ റൂമിലോട്ട് എത്താട്ടോ. അങ്ങനെ നമുക്ക് ലിഫ്റ്റ് കയറിയിട്ടാണ് നമ്മുടെ റൂമിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ കീയൊക്കെ റിസപ്ഷനിൽ പോയി വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ഒരു ഹോട്ടലിൻ്റെ ആ ഒരു ഏരിയ. അവർ ആ കീയൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഞാൻ ഇതൊക്കെ കണ്ടത്. നല്ല രസമുണ്ട് ഇത് അവിടേക്ക്. നമ്മൾ പൊതിച്ചോറാണ് കഴിക്കണത്. ഹോട്ടലിൽ നിന്നൊന്നും വേറെ ഫുഡ് വാങ്ങിക്കണ്ട. വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ടുവന്നതാണ്. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, മുട്ട വറുത്തതുണ്ട്. ഗൈസ്, നമ്മളിവിടെ റൂമിൽ TV വേൾഡ് കപ്പ് കാണുന്നുണ്ട് കേട്ടോ. സ്പെയിനും ബെൽജിയമായിട്ടാണ്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നാളെ നമുക്ക് കല്യാണത്തിന് പോണതും ഒക്കെ വീഡിയോ ഇടാം കേട്ടോ. സ്റ്റേ ട്യൂൺ.